ഏവർക്കും നമസ്കാരം. അങ്ങനെ 10 ദിവസം ഓണാവധി കാലത്തിന് ശേഷം ഇതാ വീണ്ടും ഇവിടെ ഭാഗവതിനി ആരംഭിക്കാൻ പോവുകയാണ്. ഏതൊരു നല്ല കാര്യം ആരംഭിക്കണമെന്ന് ഒരു ഈശ്വര അനുഗ്രഹം വേണം. അതിനാൽ ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഈശ്വരൻ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. മണ്ഡലം മണിച്ചോരൊക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും പുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരകോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമേണാക്കി നിലകൊള്ളും സത്യമേ ശരണം നീ നിത്യം ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരും അഖിലാദി നായക വാതിരു മുന്നിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി തൃഷ്ണകളാകവെ നീങ്ങി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ചരിതാക സൗഭാഗ്യത്തിൽ ഗീതം മുഴങ്ങി നരലോകം എപ്പോഴും ആനന്ദം നേടി വിജയിക്കാൻ നിൻ തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും പുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. ഇത്ര നന്നായി ഈശ്വര പ്രാർത്ഥന പാടിയ ഈശ്വരൻ നന്ദി. ഇപ്പോ ഇവരുടെ എല്ലാവർക്കും അറിയായിരിക്കും ഭാഗവതത്തിന്റെ ഉദ്ദേശം എന്താണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ആദ്യമായി തന്നെ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ദേവദേവ് സായിയാണ്. ദേവദേവനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പേര് ദേവദേവ്. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചിനെ നിങ്ങളുടെ മുന്നിൽ ഒരു കഥാരൂപമായി പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രീകാന്ത് കൊല്ല എന്നൊരു വ്യക്തിയുടെ ജീവിത കഥയാണ് ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആരെന്ന് ചോദിച്ചാൽ ഒരു സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ആ സ്ഥാപനത്തിൽ അദ്ദേഹം ധാരാളം വൈകല്യങ്ങളുള്ള വ്യക്തികൾക്ക് അദ്ദേഹം അവിടെ ജോലി നൽകി. അതുപോലെ തന്നെ 3000-ലധികം പേർക്ക് പഠനപരമായി സഹായിച്ചു. ഇനി ശ്രീകാന്ത് കൊല്ലയുടെ ജീവിതത്തെ പറ്റി പറയാം. ശ്രീകാന്ത് കൊല്ല ആന്ധ്രാപ്രദേശിലെ മാച്ചിലിപട്ടണം എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലായിരുന്നു ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കർഷകരായിരുന്നു. അധികം വിദ്യാഭ്യാസമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ശ്രീകാന്ത് കൊല്ല ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു. ശ്രീകാന്ത് കൊല്ല ജനിച്ചപ്പോൾ സമൂഹം ഒരു വലിയ ഭാരമായിരുന്നു കരുതിയിരുന്നത്. പലവരും ശ്രീകാന്ത് കൊല്ലനെ കൊന്നുകളയാൻ അച്ഛനും അമ്മയുടെ അടുത്ത് നിർദ്ദേശിച്ചു. പക്ഷെ സ്വന്തം മക്കളെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കും നിങ്ങൾ പറയാം. അതുപോലെ തന്നെ ഇവിടെ ശ്രീകാന്തിന്റെ അമ്മയും അച്ഛനും ഒന്നും ചെയ്യുന്നില്ല. പകരം അതുല്യമായ സ്നേഹവും കരുതലും നൽകി. അതുകൊണ്ട് നല്ലൊരു വ്യക്തിയായി തീരാൻ അദ്ദേഹത്തിന് ഈ സ്നേഹവും കരുതലും നൽകി. അങ്ങനെ വളർന്നപ്പോൾ അദ്ദേഹത്തെ അച്ഛൻ കൃഷിക്കാരനായി വാർത്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കൃഷിയിൽ അദ്ദേഹത്തിന് വേണ്ട വിധം അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് കാലുവേദനയും മറ്റു കാരണങ്ങളാൽ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് കൃഷിയിൽ അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അച്ഛൻ ആലോചിക്കാൻ തുടങ്ങി, മകന്റെ ഭാവി എന്തായിരിക്കും. അങ്ങനെ മകന്റെ ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോഴാണ് അച്ഛൻ പഠനത്തിനായി മകനെ വിടാമെന്ന് തീരുമാനിച്ചു.
അങ്ങനെ മകനെ ദൂരെയുള്ള ഒരു പഠനം പഠിക്കാൻ സ്കൂളിൽ അയച്ചു. ധാരാളം നടന്നിട്ട് വേണമായിരുന്നു അദ്ദേഹത്തിന് സ്കൂളിലെത്താൻ. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹം സ്കൂളിൽ നടന്ന് എന്നും പോകുമായിരുന്നു. പക്ഷെ 2 വർഷത്തോളം അദ്ദേഹത്തെ അധ്യാപകരും കൂട്ടുകാരും എല്ലാം പഠന പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം ഒഴിവാക്കപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് അന്ധതയായിരുന്നു. അതുപോലെ 2 വർഷത്തോളം അദ്ദേഹം ഏറ്റവും പിന്നിലെ ബെഞ്ചിലായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്നിരുന്നത്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ മാതാപിതാക്കൾ അദ്ദേഹത്തെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ അദ്ദേഹത്തെ ആക്കി. അധികം പൈസ ഒന്നും ഇല്ലായിരുന്നെങ്കിലും സ്വന്തം മകനെ വലിയൊരു സ്ഥാനത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം മകനെ ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ അദ്ദേഹം അയക്കുകയായിരുന്നു. അവിടെ ശ്രീകാന്ത് വലിയൊരു മികവ് പുലർത്തി. പഠനത്തിലായാലും കായികപരമായാലും അദ്ദേഹം വളരെ മുന്നിലായി. അങ്ങനെ 10ാം ക്ലാസ്സിൽ അദ്ദേഹം 90% മാർക്ക് സ്കോർ ചെയ്തു. അദ്ദേഹത്തിന് 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് എന്ന വിഷയം പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ കണ്ണു കാണാത്ത കാരണം അദ്ദേഹത്തിന് സയൻസ് എന്ന വിഷയം എടുക്കാൻ കഴിഞ്ഞില്ല. പകരം ആർട്ട് എന്ന വിഷയം മാത്രം എടുക്കാൻ സമ്മതിച്ചുള്ളൂ. അദ്ദേഹത്തിന് തീവ്രമായ സയൻസ് പഠിക്കാനുള്ള ആഗ്രഹം കാരണം അദ്ദേഹം സർക്കാരിനെതിരെ 6 മാസത്തോളം നിയമ പോരാട്ടം നടത്തി. അങ്ങനെ 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് നീതി ലഭിച്ചു. അങ്ങനെ സ്വന്തം റിസ്കില് അദ്ദേഹം സയൻസ് പഠിക്കണമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. പഠന ഉപകരണങ്ങൾ അധികമൊന്നുമില്ലായിരുന്നു. എങ്കിലും ശ്രീകാന്ത് കഷ്ടപ്പെട്ടും കഠിനാധ്വാനം ചെയ്തും അദ്ദേഹം 98% മുകളിൽ അദ്ദേഹം നേടി. പിന്നീട് അദ്ദേഹത്തിന് ഭാരതത്തിൽ നിന്ന് മികച്ച IIT എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ കണ്ണു കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഭാരതത്തിൽ എവിടെയും കിട്ടിയില്ല. അപേക്ഷയായി ചെന്നപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് കണ്ണു കാണാത്തവൻ എങ്ങനെ പഠിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഭാരതത്തിന് പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾക്ക് അപേക്ഷ നൽകി. അങ്ങനെ USA വലിയ മികച്ച MIT എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം അമേരിക്കയിൽ പോയി. അങ്ങനെ അമേരിക്കയിൽ അദ്ദേഹം MIT എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. അങ്ങനെ പഠനത്തിന് ശേഷം അദ്ദേഹം ആലോചിച്ചു, ഭാരതത്തിലേക്ക് തിരിച്ചു പോകണോ അതോ അമേരിക്കയിൽ തന്നെ നിന്ന് ബാക്കിയുള്ള ജീവിതം നയിക്കണോ എന്ന്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അമേരിക്കയിൽ തന്നെ നിൽക്കായിരുന്നു. അവിടെ ധാരാളം അവസരങ്ങളും ധാരാളം കാശും ലഭിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നലുണ്ടായിരുന്നു, ഭാരതത്തിലെ ശ്രീകാന്തിനെ പോലുള്ള വൈകല്യമുള്ളവരെ സഹായിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു. ഭാരതത്തിൽ തിരിച്ചു വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബൊല്ലാൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപിച്ചു. ആ സ്ഥാപനത്തിൽ അദ്ദേഹം 150-ലധികം വൈകല്യമുള്ളവർക്ക് അദ്ദേഹം ജോലി നൽകി. ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടെല്ലാം അദ്ദേഹം പഠനപരമായി കുട്ടികളെ സഹായിച്ചു. ആ കമ്പനിയിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ പാക്കേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുകയെന്നായിരുന്നു. അതായത് നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിനൊപ്പം നമ്മൾ കുറെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, ആ കവറ് അങ്ങനത്തെ പെട്ടി അങ്ങനത്തെ റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കുകയായിരുന്നു ആ കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനിയിൽ അദ്ദേഹം ലക്ഷങ്ങളോളം നേടി. അങ്ങനെ അദ്ദേഹം വലിയൊരു ബിസിനസ്മാനായി. അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നു നമ്മളെല്ലാവരും ബാക്കിയുള്ളവരുടെ കരുണ കാണിക്കണം. അതുപോലെ ഈ സമ്പത്ത് എന്ന് പറയുന്നത് പണം കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് ബാക്കിയുള്ളവരുടെ സന്തോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു.
അതുപോലെ രണ്ടാമതായി അദ്ദേഹം പറയുന്നു, നമ്മൾ ബാക്കിയുള്ളവരെ ഒറ്റപ്പെടുത്തരുത്. നമ്മളെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് നിൽക്കണം. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ നല്ല ഫലം അനുഭവിക്കാൻ നമ്മൾ തന്നെയായിരിക്കും ആദ്യം ഉണ്ടാകുക. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്പീച്ച് നിർത്തി, അഥവാ പ്രസംഗം നിർത്തി. ഇതിൽ നിന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹത്തിന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സയൻസ് എന്ന വിഷയം എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അന്ധതയായിരുന്നു, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആർട്ട് എന്ന വിഷയം എടുത്തു പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളിൽ തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു സയൻസ് എന്ന വിഷയം പഠിക്കാൻ. ആ തീവ്രമായ ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് സയൻസ് എന്ന വിഷയം പഠിക്കാൻ കഴിഞ്ഞു. ഇങ്ങനൊരു ഉറപ്പ്, ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം ഉറപ്പിച്ചു നിൽക്കണം. സാധാരണ വ്യക്തിയാണെങ്കിൽ ഇപ്പോ ആർട്ട് എന്ന വിഷയം എടുത്തു പോയേനെ. അദ്ദേഹത്തിന് നല്ല ഉറച്ചൊരു തീരുമാനവും ലക്ഷ്യവും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനെ വീണ്ടും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തേക്ക് അടുപ്പിച്ചു. രണ്ടാമതായി, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. പക്ഷെ നമുക്ക് ദൈവം എല്ലാം നൽകിയിട്ടുണ്ട്. കണ്ണിന് കണ്ണ്, വായ്ക്ക് വാ, കൈന് കൈ. അപ്പൊ നമ്മളെ കൊണ്ട് എത്ര സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾക്ക് മടിയാണ്. മൂന്നാമതായി, അദ്ദേഹത്തിന് വേണമെങ്കിൽ അമേരിക്കയിൽ തന്നെ നിന്നു അവിടുത്തെ ജോലി എടുക്കായിരുന്നു. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ തന്നെ വന്ന് നമ്മളെ ഭാരതീയരെ രക്ഷിക്കണം അല്ലെങ്കിൽ സഹായിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുപോലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മിക്കവർക്കും ആഗ്രഹം പുറം രാജ്യങ്ങളിൽ നിന്ന് അവരുടെ കീഴെ പണിയെടുക്കാനെന്നാണ്. പക്ഷെ ശ്രീകാന്ത് അവിടെ നമ്മുടെ ഭാരതത്തിൽ തന്നെ തിരിച്ചു വന്ന് ഭാരതീയർക്ക് വേണ്ടി പണിയെടുത്തു. ഇങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും. നമ്മളെപ്പോഴും ഭാരതത്തിന് പറ്റുന്നത്ര സഹായവും ഭാരതത്തിന് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവദേവന് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ദർശസ് റജിലാണ്. ദർശൻ ഞാൻ ഇവരിലോട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ദർശസ് റജി. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി. എൻ്റെ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത് ഒരു കഥയും എൻ്റെ ഗുണപാഠം പറയുകയാണ്. അത് അധികം വൈകാതെ ഞാൻ കഥയിലേക്ക് കിടക്കാം. പണ്ട് കൽക്കട്ടയിൽ ഒരു ഗ്രാമത്ത് ഒരു കുട്ടി ജനിക്കുകയുണ്ടായി. ആ ഒരൊറ്റ ജനനം കൊണ്ട് ഐശ്വര്യം വന്നൊരു മണ്ണ്, ഫലഭൂഷ്ടമായ മണ്ണ്. ആ ജനിച്ചത് വേറെ ആരുമായിരുന്നില്ല, സ്വയം ശാരദാദേവി അഥവാ ജഗദംബയായിരുന്നു. ഈ കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായില്ല അത് ജഗദംബയായിരുന്നു. പക്ഷേ കുറെ സന്യാസിമാരൊക്കെ ഈ കുട്ടിയുടെ അമ്മയോടും അച്ഛനോടും സ്വയം ജഗദംബയാണ് നിങ്ങൾക്ക് മകളായി പറഞ്ഞതെന്ന്. പക്ഷെ ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും ഇത് വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഒരു വഴിയരികിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു സന്യാസി കുട്ടിയെ കണ്ടു. സന്യാസി കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, മകളെ ആരാണ് നീ? അപ്പോ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ജയറാംപട്ടി വരുന്നൊരു പാവം കുട്ടിയാണ്. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, നിന്നെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ, നിന്നെ കണ്ട സ്വയം ജഗദംബയെ പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ ജഗദംബയല്ല, ഞാൻ ഒരു സാധാരണ കുട്ടിയാണ്.
അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരണം. അപ്പോൾ ആ ശാരദാദേവി പറഞ്ഞു, ആ വന്നോളൂ, ഞാൻ അങ്ങനെ ക്ഷണിക്കാൻ അങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞു. ഒരു ദിവസം ഈ സന്യാസി ശാരദാദേവിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ശാരദാദേവിയുടെ അമ്മയും അച്ഛനും കണ്ട് കാര്യങ്ങളൊക്കെ ഈ ശാരദാദേവി സ്വയം ജഗദമ്പയാണെന്നും മാത്രമല്ല നിങ്ങളെ ഗൃഹത്തിലേക്കും നിങ്ങളെ ഗ്രാമത്തിലേക്കും ഐശ്വര്യം കൊണ്ടുതരാൻ വന്നതാണെന്നും പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും ഇതൊന്നും വിശ്വാസമില്ല. ആര് പറഞ്ഞാലും അവർക്ക് വിശ്വാസമൊന്നുമില്ല. ഒരു ദിവസം ഈ കുട്ടി കമാർപുക്കൂറില് വഴിയരികിൽ കൂടെ നടന്നു പോകുമ്പോൾ ശ്രീരാമകൃഷ്ണനെ കാണുകയുണ്ടായി. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ ചോദിച്ചു, ആരാണ് അച്ഛനി? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ പേര് ശാരദാമണി. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ ചോദിച്ചു, നിന്റെ വീട് എവിടെയാണ്? അപ്പോൾ ശാരദാമണി പറഞ്ഞു, എൻ്റെ വീട് ജയറാംപട്ടി എന്ന് പറയുന്ന ഗ്രാമത്തായിട്ടാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ശ്രീരാമകൃഷ്ണൻ ചോദിച്ചു, നിന്റെ വീട് അവിടെയാണെങ്കിൽ നീ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് എനിക്കൊരു ദിവസം വരണം. അപ്പോൾ ശാരദാദേവി പറഞ്ഞു, ഓക്കെ ശരി വന്നുകൊള്ളു. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ വന്ന് ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, ഇത് സ്വയം ശാരദാമണി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജഗദമ്പ എന്നാണ്. ആ കുട്ടി സ്വയം ജഗദമ്പ എന്ന് പറഞ്ഞു. ആളാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ശാരദാമണി പറഞ്ഞു, ദർശന നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ബദ്രിനാഥിനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. മാന്യ സദസ്സിനെ വന്ദനം. എൻ്റെ പേര് ബദ്രിനാഥ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കഥയും അതിൻ്റെ ഗുണപാഠം പറയുകയാണ്. ഞാൻ പറയുന്ന കഥയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ച സുൽത്താൻ എന്നാണ് കഥയുടെ പേര്. ജയ്പൂരിൽ ഒരു നഗരത്തിൽ സുൽത്താൻ എന്ന് പറയുന്ന ഒരു കുട്ടി താമസിക്കുന്നു. അവൻ വളരെ ദരിദ്രനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, ശരി നീ രാജാവിൻ്റെ അടുത്ത് പോയി ഈ കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സുൽത്താൻ രാജാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, നീ എൻ്റെ അംഗരക്ഷകനായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സുൽത്താനും സമ്മതിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോയിരുന്നു. എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. എന്നിട്ട് അമ്പല പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ സുൽത്താൻ രാജാവിൻ്റെ അടുത്ത് ചോദിച്ചു, രാജാവേ
അങ്ങനെ കഴിഞ്ഞാണ് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ നമസ്കരിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എല്ലാവരും ശ്രീകൃഷ്ണന് മുമ്പിൽ നമസ്കരിക്കും. അത് രാജാവായാലും സാധാരണ ജനങ്ങളായാലും എല്ലാവരും നമസ്കരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സുൽത്താൻ സമ്മതിച്ചു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനെ കുറിച്ച് സുൽത്താൻ കുറെ അറിയാൻ തുടങ്ങി. അപ്പോൾ സുൽത്താന്റെ മനസ്സിൽ ഒരു ആഗ്രഹവും വന്നു തുടങ്ങി. എങ്ങനെയെങ്കിലും ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിച്ചവർ. എന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ രാധാദേവിയോട് പറഞ്ഞു, രാധേ, നീ സുൽത്താന്റെ ഭക്തി നമ്മളോട് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രാധാദേവി പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞത്, നമ്മളെ കാണാൻ അവൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ ദർശനം അവൻ ഇത്ര നാളായിട്ട് കിട്ടാറായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ രാസലീല അവൻ കാണട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവന്റെ ഭക്തി ലോകം മുഴുവൻ പ്രചരിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് മുഴുവൻ രാത്രി ശ്രീകൃഷ്ണൻ ഗോപികമാരോടൊപ്പം രാസലീല ആടി. അങ്ങനെ പുലർച്ചെ ആവാറായി. അപ്പോ സുൽത്താന്റെ മനസ്സിൽ ഒരു വിഷമം വന്നു തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ നൃത്തം ആടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലുകൾ വേദനിക്കുകയെ എന്ന് ചോദിച്ചു. അപ്പോ കുറച്ചു നേരം വിശ്രമിക്കാനും പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ രാസലീല നിർത്തി വിശ്രമിക്കാൻ വേണ്ടി പോയി. അങ്ങനെ രാവിലെയായി. അപ്പോ സുൽത്താൻ തന്റെ പ്രഭാത കർമ്മത്തിന് പോയി. അപ്പോ ശ്രീകൃഷ്ണനെ ഭജനകൾ പാടി എഴുന്നേൽപ്പിക്കുന്ന ഗായിക കവികളും എത്തി. അപ്പോ സുൽത്താൻ അവരെ അകത്തേക്ക് കഴിക്കുകയില്ല. കാരണം ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തനിക്ക് ദർശനം നൽകിയിട്ട് പറഞ്ഞു, ഇപ്പോ അകത്തേക്ക് ആരും പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഗായകവികൾ വിശ്വസിച്ചില്ല. കാരണം ഇപ്പോഴാണ് മുഹൂർത്തമുണ്ടായിരുന്നത് ശ്രീകൃഷ്ണനെ എഴുന്നേൽപ്പിക്കാൻ. അപ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, നീ ഞങ്ങളെ അകത്തേക്ക് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ക്ഷേത്രാധ്യക്ഷനോട് പറയുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോ സുൽത്താൻ പറഞ്ഞു, ശരിയാണ് ഇവര് പറഞ്ഞു. അപ്പോ ക്ഷേത്രാധ്യക്ഷൻ ചോദിച്ചു, നീ എന്തിനാണ് അവരെ അകത്തേക്ക് കയറ്റാത്തത് എന്ന് ചോദിച്ചു. അപ്പോ സുൽത്താൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമൊന്നും അവിടെ ആരും വിശ്വസിച്ചില്ല. പിന്നെ തെളിവിൽ കാണിക്കാൻ പറഞ്ഞപ്പോൾ സുൽത്താൻ പറഞ്ഞു, എന്റെ കയ്യിൽ രാസലീല ആടുമ്പോൾ ശ്രീകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഒരു വായയും രാധാദേവിയുടെ കാലിൽ നിന്ന് ഒരു ചിലങ്കിയും വീണു എന്ന് പറഞ്ഞു. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ പെട്ടെന്ന് തന്നെ പൂജാരികൾ ഓടി വന്നിട്ട് പറഞ്ഞു, ക്ഷേത്രാധ്യക്ഷ, രാധാദേവിയുടെ ഒരു ചിലങ്കി ശ്രീകൃഷ്ണന് ഒരു വളയും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോ ക്ഷേത്രാധ്യക്ഷൻ സുൽത്താന്റെ കയ്യിലുള്ള വളയും ചിലങ്കി ചൂണ്ടി കാണിച്ചിട്ട് ചോദിച്ചു, ഇതാണോ എന്ന്. അപ്പോ പൂജാരി പറഞ്ഞു, ഇതന്നെയാണ്, പക്ഷെ ഇതിപ്പോ നിറച്ച് മണ്ണാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ അവർക്ക് എന്തുണ്ടായെന്ന് മനസ്സിലായി. പിന്നെ അന്ന് മുതൽ പുറത്ത് നിന്ന് കാവൽക്കാരായി നിന്ന് ശ്രീകൃഷ്ണനെ ദർശിക്കുമായിരുന്നു. പിന്നെ സുൽത്താനെ കാണാൻ ഒരുപാട് ജനങ്ങളും വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണനെ സുൽത്താൻ ലയിച്ചു. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു, അല്ലയോ കൃഷ്ണ മുകുന്ദ, എന്നെ സ്വീകരിക്കണേ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. ഇതിന്റെ ഗുണപാഠം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ഭക്തി മാത്രമേ നമ്മളെ ഈശ്വരനെ കാണിക്കാൻ സഹായിക്കുള്ളൂ എന്നാണ്. യഥാർത്ഥ ഭക്തിയുടെ ഒരു ഉദാഹരണമാണ് സുൽത്താൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
ബദ്രിന് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ആമിഷാണ്. ആമിഷിനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എന്നെ കാണാമോ? എൻ്റെ പേര് ആമിഷമ്മ. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഇന്നത്തെ എൻ്റെ കർത്തവ്യം എന്ന് വെച്ചാൽ ഒരു ഗുണപാഠമുള്ള ഒരു കൊച്ചു കഥ പറയുക എന്നതാണ്. പൂവൻകോഴി കുറുക്കനും എന്ന കഥയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആത്മധൈര്യത്തെ കുറിച്ചുള്ള ഒരു കഥയാണിത്. ഒരു നഗരത്തിൽ ഒരു പൂവൻകോഴി ഉണ്ടായിരുന്നു. പൂവൻകോഴിയുടെ കൂക്കുവിളി കേട്ടാണ് നഗരവാസികൾ ഉറക്കമുണരുന്നത്. അതിനാൽ പൂവൻകോഴിക്ക് ഒരു കൊച്ചു വീട് നിർമ്മിച്ചു കൊടുത്തിരുന്നു. ഒരു ദിവസം പൂവൻകോഴി പുറത്തിറങ്ങി പുല്ലുകൾക്കിടയിൽ ഇര തേടി നടക്കുമ്പോൾ ആ വഴി ഒരു കുറുക്കൻ വന്നു. കുറുക്കനെ കണ്ട പൂവൻകോഴി പേടിച്ചു ഒരു കുന്നിന്മേൽ കയറിയിരുന്നു. അടിയിൽ നിന്നുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, നീ എന്ത് സുന്ദരനാണ്, നിന്റെ കണ്ണിന്റെ ഭംഗി ഒരു ജീവിക്കുമെന്ന് പറയണം. അതിന്റെ കുറുക്കൻ പറഞ്ഞു, നിന്റെ പാട്ട് എനിക്കൊന്ന് കേൾക്കണം, നീ പാടിത്തരുമെന്ന് പറഞ്ഞു. അപ്പോ പൂവൻകോഴിക്ക് അഭിമാനം തോന്നിയിട്ട് പാടാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടിക്ക് നല്ല പാടാൻ കഴിവുണ്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറയാണ്, ഒരു പാട്ട് പാടിത്തരുമോ എന്ന് പറയണം. അപ്പോൾ കുട്ടിക്ക് എന്ത് തോന്നുക, അതേപോലെയാണ് പൂവൻകോഴിക്ക് തോന്നിയിട്ട് പൂവൻകോഴി പാടാൻ തുടങ്ങിയത്. ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാട്ട് പാടാൻ തുടങ്ങിയതോടെ പൂവൻകോഴിയുടെ നിലവിളിയാണ് കേട്ടത്. അതെന്ന് വെച്ചാൽ കുറുക്കൻ കുന്നിന്മേൽ കയറിയിട്ട് പൂവൻകോഴിനെ കടിച്ചു. അപ്പൊ ഒരു നിലവിളിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഇത് ഒരു പുഴയൊക്കെ നിൽക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് എന്നെ കഴുത്തി പിടിച്ച് വെള്ളത്തിൽ മുക്കി. അപ്പൊ ഒരു ശ്വാസത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കില്ലേ, അതേപോലെയാണ് ഇവിടെ കോഴിയും ചെയ്തത്. അപ്പോ കോഴി ഇതേപോലെയാണ് ചെയ്തത്. അപ്പോ കോഴി നിലവിളിച്ചു. ആയിട്ട് ജനങ്ങളൊക്കെ ഓടി വന്നു. അപ്പൊ ഫലമൊന്നും ഉണ്ടായില്ല. അപ്പൊ കോഴി പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയാണ് പാട്ടൊക്കെ പാടിയത്, നീനെ തിന്നാനൊക്കെ പോവാണെന്ന് പറഞ്ഞു. അതിന്റെ പറഞ്ഞു, ഇത് ജനങ്ങളോട് പറയും, ഞാൻ ജനങ്ങളുടേതല്ല, ഞാൻ നിന്റേത് മാത്രമാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോ കുറുക്കൻ കടി വിട്ടിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഈ കോഴി എന്റേതാണ്, നിങ്ങളുടേതെല്ലാം പറഞ്ഞു. ആ തക്ക സമയം നോക്കിയിട്ട് കോഴി ഒരു മരത്തിലേക്ക് കയറിയിരുന്നു. അങ്ങനെ കുറെ നേരം ഇരുന്നു. എന്നിട്ട് കോഴി പറഞ്ഞു, ഞാൻ നിന്റേതാണെന്നോ, എന്ത് വിഡിത്തരമാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ വീണ്ടും കോഴി പറഞ്ഞു, അവരിപ്പോ നിന്നെ കൊണ്ടുപോകാൻ വരും. അത് കേട്ട് ദുഃഖിതനായ കുറുക്കൻ കാട്ടിലേക്ക് ഓടി മറിഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആപത്തിൽപ്പെട്ടാലും ആത്മധൈര്യം കൈവിടാതെ ബുദ്ധിപൂർവം പരിശ്രമിച്ചാൽ രക്ഷയ്ക്ക് വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഇത് ഒരു ആപത്ത് ഞാൻ പെട്ടു. അപ്പോൾ ധൈര്യപൂർവം കൈവിടാതെ പരിശ്രമിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ആറമലാണ്. ആറമല ഞാൻ ഈ പേരിലോട്ട് ക്ഷണിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ആരോമൽ സിയാസ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈശ്വര ദർശനം എന്നൊരു കഥയും അതിൻ്റെ ഗുണപാഠവുമാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരന് ദൈവത്തെ
ദൈവത്തെ കാണണമെന്ന് ആഗ്രഹം വർദ്ധിച്ചു. ദൈവം എവിടെയാണ് താമസിക്കുന്നതെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ ഏറെ ദൂരം പോയാലേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ വിധത്തിൽ ചിന്തിച്ച ചെറുപ്പക്കാരനാണെങ്കിൽ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചു. കുടിക്കാൻ മധുരപാനീയവും കഴിക്കാൻ ഭക്ഷണ പദാർത്ഥങ്ങളും അയാൾ തന്റെ പാണ്ഡത്തിൽ കരുതി. ഏറെ ദൂരം നടന്നപ്പോൾ ഒരു വിശ്രമ സ്ഥലം കണ്ടു. അല്പനേരം വിശ്രമിച്ചതിനു ശേഷം മറ്റൊരു യാത്ര അയാൾ തീരുമാനിച്ചു. അങ്ങനെ നല്ല ക്ഷണം ഉണ്ടായിരുന്നതിനാൽ അയാൾ തന്റെ പാണ്ഡത്തിലുണ്ടായിരുന്ന പാനീയം എടുത്ത് കുടിക്കാൻ തുടങ്ങി. കുടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയ കാണാനിടയായി. വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയം കണ്ടപ്പോൾ തന്റെ പാനീയത്തിലും എടുത്ത് ഹൃദയക്കും ചെറുപ്പക്കാരൻ നൽകി. ഹൃദയ കാണിച്ച ആർത്തിയോടെ കുടിച്ചു. അതിനുശേഷം മനോഹരമായി ചെറുപ്പക്കാരൻ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ടപ്പോൾ ചെറുപ്പക്കാരന് അതിലെ സന്തോഷമുണ്ടായി. ഹൃദയയുടെ പുഞ്ചിരിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. ആ പുഞ്ചിരി വീണ്ടും കാണാനായി അദ്ദേഹം തന്റെ ഭാണ്ഡത്തിൽ കരുതിയിരുന്ന ഭക്ഷണ പദാർത്ഥം എടുത്ത് ഹൃദയക്ക് നീട്ടി. ഹൃദയ അത് സ്വീകരിച്ചു. വീണ്ടും മനോഹരമായി ചെറുപ്പക്കാരനെ നോക്കി പുഞ്ചിരിച്ചു. വൈകുന്നേരമായി. നേരം ഇരുട്ടാൻ തുടങ്ങി. ഇനി ഏതായാലും വീട്ടിലേക്ക് പോകാമെന്ന് ചെറുപ്പക്കാരൻ തീരുമാനിച്ചു. അവസാനമായി ഹൃദയയുടെ പുഞ്ചിരി കാണണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ പാനീയവും ഹൃദയക്ക് നീട്ടി. ഹൃദയത്തെ സ്വീകരിച്ചു പുഞ്ചിരി പൊഴിച്ചു. തിരിച്ച് ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ അതിയായ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് അമ്മ കാരണം തിരക്കി. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനിന്ന് ഈശ്വരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അത് അമ്മ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുന്നേ ചെറുപ്പക്കാരൻ കൂട്ടിച്ചേർത്തു. അതൊരു വൃദ്ധ സ്ത്രീയായിരുന്നു. അവർ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം ഒരു പുഞ്ചിരി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതേസമയം വൃദ്ധയും തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അന്നത്തെ ദിവസം ഏറെ സന്തോഷത്തോടു കൂടി വരുന്ന വൃദ്ധയെ കണ്ട് അയൽക്കാരി സ്ത്രീ കരഞ്ഞിരിക്കും. വൃദ്ധ പറഞ്ഞു, ഞാനിന്ന് ഈശ്വരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അയൽക്കാരി സ്ത്രീ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വൃദ്ധ കൂട്ടിച്ചേർത്തു, അതൊരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ചെറുപ്പമായിരുന്നു അദ്ദേഹത്തിന്. ഇത് വൃദ്ധയുടെ വാക്കുകൾ കേട്ട അയൽക്കാരി സ്ത്രീക്ക് അത്ഭുതമായി. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് ഓരോരുത്തരിലുമുള്ള ദയയിലും കരുണാപൂർവമുള്ള പെരുമാറ്റത്തിലുമാണ് ദൈവം കുടികൊള്ളുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഇതോടെ ഇവിടുത്തെ എല്ലാം പ്രസംഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇവിടെ എല്ലാവരും കാതുകുത്തിയിരിക്കുന്ന ബലപ്രഖ്യാപനത്തിനായി രാംദാസ് മാഷിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാംദാസ് മാഷിൽ നന്ദി. ഇതോടെ ഇവിടുത്തെ എല്ലാം പ്രസംഗങ്ങളും പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി ശാന്തി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സഭ ഇവിടെ അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണ പ്രണമസ്തു.